ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം 50 നോമ്പൊക്കെ നടക്കുവാണല്ലോ. അപ്പം വെജിറ്റേറിയൻസിന് വേണ്ടി ഇറച്ചി ചേർക്കാത്തൊരു ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ആ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതേണ്ട ചക്കക്കുരു ഇതേണ്ട ഒരുപാട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ തൊലി കളയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചക്കക്കുരുവിൻ്റെ ഈ തൊലിക്ക് ഭയങ്കര ഗുണങ്ങളുള്ളതാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞു വെക്കുക. പിന്നെ ഈ കറിക്ക് വേണ്ടി ഞാൻ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഏകദേശം 250 ഗ്രാമുണ്ട്. അല്ലെങ്കിൽ ഒരു 2 സവോള ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. പക്ഷേ കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ച് വേണേലും നമുക്കെടുക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു ചീനച്ചട്ടി മതി. നമുക്കതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് വേണേൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ മൂപ്പിക്കുന്നില്ല. ഇങ്ങനെയാണ് നമുക്കൊരു ടേസ്റ്റ്. പിന്നെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം നമ്മളൊരു ഇതെല്ലാം ഒന്ന് വഴറ്റാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഈ ചീനച്ചട്ടിയിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട്. ഈ ഉള്ളിയെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് ആദ്യം മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ മുളക് പൊടിയുടെ നേരെ പകുതി വേണം മല്ലിപ്പൊടി ചേർക്കാനായിട്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറിക്കിട്ടണം. അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മസാലയെല്ലാം മൂപ്പിച്ച് നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു എല്ലാം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്കിനി ഒരു തക്കാളി നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ കൂട്ടൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി. പിന്നെ ഓരോ ചക്കക്കുരുവിൻ്റെയും വേവ് അനുസരിച്ചായിരിക്കും. ഞാൻ എടുത്ത ചക്കക്കുരു അധികം വേവ് ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്രയും തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഓരോ ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ച് വേണം നമുക്ക് വേവിക്കാനായിട്ട്. ഞാനിത് 2 വിസിലൊക്കെ അടുപ്പിക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ ജസ്റ്റ് അടുപ്പയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിന് ഇതൊന്ന് കുറുകി കിട്ടും. ആ കുറുകി വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് നമ്മൾ ഇറച്ചിക്കറി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനിയും കടുക് താളിക്കാം. ഞാൻ ആദ്യം കടുക് താളിച്ചില്ലായിരുന്നു. നമുക്കിനി ഇതൊന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടുക് താളിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് താളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. വാവ്, അസാധ്യം മണമാണ് കേട്ടോ. നമ്മൾ ഇറച്ചിക്കറി എങ്ങനെ കഴിക്കുന്നു ആ സെയിം ഫ്ലേവർ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.